ഹായ് നമസ്കാരം. അപ്പോൾ എംബിരാൻ നമ്മൾ ഇപ്പം 2 ദിവസമായി കണ്ടിട്ട് സിനിമ കണ്ടു 2 പ്രാവശ്യമായിട്ട് ഞാൻ കണ്ടു, 1 പ്രാവശ്യം കണ്ടു. എങ്ങനെയുണ്ട് വിഷ്ണു പടം? രാജുവേട്ടൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ മലയാള പടം ഹോളിവുഡ് ലെവലിലാണ് പുള്ളി ഇറക്കിയേക്കുന്നത് പടം. അതിനെപ്പറ്റി കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്, അതിനെ കുറിച്ചൊരു വാക്ക് AJP പറയാം. അത് രാജുവേട്ടൻ നല്ലൊരു നടനാണ്, എന്നുപരി നല്ലൊരു ഡയറക്ടറാണെന്ന് ഡയറക്ടർ തെളിയിച്ചു ലൂസിഫറിലൂടെ. പക്ഷേ ഈ എംബുരാൻ കണ്ടിട്ട് പലരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് ഡീഗ്രേഡ് ചെയ്യുന്ന കിളവന്മാർ ഭയങ്കര നടത്തരം കാണിക്കണം നിൽക്കുന്നത്. കാരണം മലയാള സിനിമയെ തളർത്താൻ നോക്കരുത്. ലാലേട്ടനെ കൊണ്ട് മാക്സിമം ഡയലോഗ്സ് പറയിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ ചിലപ്പോൾ മാസ് ഡയലോഗ്സ് 5 ആയിരിക്കാം. പക്ഷേ ഡയലോഗുകൾ അത്യാവശ്യം ഉണ്ടല്ലോ ലാലേട്ടന്, ഒരുപാട് ഡയലോഗുണ്ട്. കാരണം ലാലേട്ടനെ കുറിച്ച് 5 ഡയലോഗ് മാത്രമേ പറയിപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ട ഡയലോഗ് കാണുമ്പോൾ സിനിമയ്ക്കുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ അതിനകത്ത് കലാഭവൻ ഷാജോന്റെ ഡയലോഗ് ഇല്ല. പുള്ളി കരഞ്ഞ 2ാം ഭാഗത്തിൽ പുള്ളി മരിക്കില്ലേ? അല്ലേ, 2ാം ഭാഗത്തിൽ പുള്ളി വരുന്നുണ്ട് ഒരു സാധനത്തില്, മനസ്സിലായ ഒരു ലാലേട്ടനെ കൂടെ കൊടുക്കുന്ന സാധനത്ത് വരുന്നുണ്ട്. അപ്പൊ അത് 1ാം ഭാഗത്ത് മത്സരം കാണിക്കുന്നുണ്ട്. അത് 2ാം ഭാഗത്ത് അത് ആ ഒരു വന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അത് 3ാം ഭാഗത്ത് മനസ്സിലാവുമായിരിക്കും എന്താണെന്ന് വെച്ചാൽ. എന്തായാലും L2 എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു ടെക്നോളജിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെറ്റീരിയലാണ്. കാരണം ഫൈറ്റ് ആണെങ്കിലും തീ പാറുന്ന ത്രസിപ്പിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെയാണ് ലൂസിഫറിൻ്റെ 2ാം ഭാഗം ലൂസിഫർ 2 എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മഞ്ജു വാര്യർ ചേച്ചിയുടെ ക്യാരക്ടർ ഗംഭീരമാണ്. ക്യാരക്ടർ നെയിം അറിയാവോ? പ്രിയദർശിനി രാംദാസ്. അതെ, പ്രിയദർശിനി രാംദാസ് എന്ന ക്യാരക്ടർ മലയാളത്തിൽ മഞ്ജു ചേച്ചിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ചേച്ചി പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. മലയാള നായികമാരിൽ ഇപ്പൊ മഞ്ജു ചേച്ചി പോലെ വേറെ ആരും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഭാവന ചേച്ചിയുണ്ട്, വേറെ നിത്യ ചേച്ചിയുണ്ട്. പക്ഷേ മഞ്ജു ചേച്ചിക്കുള്ള റോള് കൊടുത്തുള്ളൂ. എന്തായാലും മഞ്ജു വാര്യർക്ക് ഒരു ബ്രില്യൻ്റ് ടാലന്റ് ഉണ്ടെന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വൈസ് ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് അത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് ടെക്നോളജിക്കൽ വൈസും ക്യാമറ ക്വാളിറ്റി വൈസും ആ ഒരു അഭിനയ പ്രാധാന്യം വെച്ചും പ്രിയദർശിനി എന്ന രാംദാസിൻ്റെ റോള് മഞ്ജു ചേച്ചിക്ക് ചെയ്തുള്ളൂ. കാരണം അത്രക്ക് സ്റ്റഡി ചെയ്തും ഹോംവർക്ക് ചെയ്താൽ മാത്രമേ അത്ര ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ രാജുവേട്ടന് സാധിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ജതൻ രാമദാസ് എന്ന ക്യാരക്ടർ നമ്മുടെ ടൊവിനോ മറ്റു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഒരു പുറത്ത് പ്രിയദർശിനി രാംദാസ്, ഒരു തരത്ത് ജതൻ രാംദാസ്, 2 പേരുള്ള ഒരു പോരാട്ട വീര്യമാണ് ലൂസിഫർ 2 നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമാറ്റിക്കൽ സിനിമാറ്റിക്കൽ ഡ്രാമ, ഹോളിവുഡ് ടൈപ്പ് ഡ്രാമ എന്ന് തന്നെ പറയാം. ഗൺ ഷോട്ട് ആണെങ്കിലും പണ്ട് കാണുന്ന ഒരുപാട് പീഡന കാര്യങ്ങളാണെങ്കിലും അതൊക്കെ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട് പലതും. മനസ്സിലായോ? പണ്ട് നടന്ന ഒരു റേപ്പ് കാണിക്കുന്നത് എന്തിനെ പറ്റിയാന്ന് മനസ്സിലായോ? പണ്ട് നടന്ന പാവപ്പെട്ടവരെ അടിമയാക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും അടിമയാക്കാന്നതിന് പകരം പണ്ട് ആൺപെണ്ണില്ല വ്യത്യാസം ഇല്ലാണ്ട് പരസ്പരം സംസാരിക്കുമായിരുന്നു. ഇന്നത് ഈ ഒരു ആണ് പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുടുംബജീവിതത്തിലേക്ക് പോകുന്നു പേടിച്ചിട്ട് വീട്ടുകാർ മിണ്ടാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ഒരു ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ കേട്ടോ, എല്ലാ സ്ഥലത്തും അങ്ങനെ ഇല്ലെന്നറിയാം. പക്ഷേ അങ്ങനെ ഒരു രീതി പുലർത്തേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു രീതി വേറെയാണ്. പക്ഷേ നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എന്തായാലും ഒരു ടെക്നോളജിക്കൽ വൈസും വിഷ്വൽ വൈസും നമുക്ക് ഒരു നല്ലൊരു മെറ്റീരിയലൈസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു ഫ്രെയിമും ആ ഒരു ക്യാമറ പോകുന്ന രീതികളും ഓരോരോ ഷോട്ടുകളും അതിൽ ക്രൗഡ് പാസിങ് ഷോട്ട് പോലും നല്ല രീതിയിലാണ് രാജുവേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം രാജുവേട്ടൻ്റെ ബ്രില്യൻസ് ഓഫ് തല അതാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ജനങ്ങൾ ഈ പടത്തിന് ഇപ്പോഴും ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പൊ അത്രയ്ക്കും ക്വാളിറ്റബിൾ ആയിട്ട് ഈ പടം ചെയ്തുവെങ്കിൽ രാജുവേട്ടന്റെ കൈയോട് ഭയങ്കര വിവാദം നടക്കുന്നുണ്ട് ഈ നമ്മുടെ എമ്പുരാന്. എന്തൊട്ട് വിവാദം? ഗുജറാത്ത് കലാപത്തിനെ പറ്റി കാണിച്ച് BJP-ക്കാരും RSS-കാരൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു പടത്തിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മളതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാത്തതുകൊണ്ട് വലിയ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അത് അതായത് ഗുജറാത്ത് കലാപത്തിനെ പറ്റിയാണ്. കലാപം നമ്മള് സിനിമയെ നേരിട്ട് കണ്ടിട്ടില്ല. ആ ഫസ്റ്റ് കാണിക്കുന്ന പോർഷൻ മൊത്തം ഗുജറാത്ത് കലാപത്തിനെ പറ്റിയാണ്. ആണല്ലേ?
ഞാൻ ഗുജറാത്തിൽ ജനിച്ചു വളരാത്തോണ്ട് ചിലപ്പോൾ അത് മനസ്സിലാകാത്തോണ്ടായിരിക്കാം. ഗുജറാത്ത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. ഗുജറാത്ത് ഏത് രാജ്യമാണെന്ന് എനിക്കറിയാം. അമ്പലെന്ന് പറയാൻ പറ്റില്ല. ഗുജറാത്ത് എല്ലാം ഫേസ്ബുക്ക് ഒക്കെ ചർച്ച ചെയ്യണത് ഈ ഒരു വിഷയത്തിനെ പറ്റി. ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ട് ഫുൾ കട്ട് ചെയ്ത് ആ പുതിയൊരു വെർഷനിലാണ് ഇറങ്ങാൻ പോകുന്നത്. വ്യാഴാഴ്ച മുതൽ ബുധനോ വ്യാഴം കണ്ട് പറഞ്ഞപ്പോ ആ ഒരു കലാപം സീൻസ് വേണ്ട എന്നാണ് പറയുന്നത്. അതിലോ ആ ഒരു കലാപം സീൻ ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമയെ ഭയങ്കര രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവില്. അത് മാത്രമല്ല വേറെ ഒരുപാട് വയലൻസ് സീക്വൻസ് ഉണ്ടല്ലോ. ഉണ്ട്. ഗൺ ഷോട്ടും അത് കട്ട് ചെയ്യുമോ? 17 സീനോളം കട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ നിലവിലുള്ള റിപ്പോർട്ട്. സീൻ കട്ട് ചെയ്തിട്ട് ഇനി അത് റിലീസ് തുടരാൻ പാടില്ല. വ്യാഴാഴ്ച ഇറക്കുന്നത്, ബുധനാഴ്ച വ്യാഴാഴ്ച ഫുൾ കട്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് ഇറക്കാൻ പോകുന്നതെന്നൊരു ഇതുണ്ട് ന്യൂസുകളിലൊക്കെ. ഇനി എഡിറ്റ് ചെയ്യുമോ? എഡിറ്റ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. കാരണം അത് ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ട് BJP, ഒരു വിവാദമായിട്ടുണ്ട് BJP സർക്കാരിൽ. ആണല്ലേ? അത് നമുക്കറിയില്ല കാര്യത്തായിട്ട്. കാര്യം ഇവൻ പറയും അതിനെപ്പറ്റി. അതിനെ കൂടുതലായിട്ട് പറയാൻ പറ്റണം. നീ പറ. പാർട്ടിപരമായിട്ട് ഒന്നും പറയാണ്ടിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് നീ തന്നെ പറഞ്ഞാൽ മതി. കലാപത്തെ എനിക്ക് അറിയില്ല, പക്ഷെ കലാപം നല്ലതല്ലെന്ന് തന്നെ പറയാം. കാരണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, രാജുവേട്ടനെ തെറി പറയുന്ന ഒരുപാട് പേരുണ്ട്. റിലീസ് ദിവസമേ പടം ഇങ്ങനെ എടുത്താൽ പോരാ, ഇത് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തിനത്തെ പ്രതീക്ഷിക്കണമെന്ന്? ഒരു 200 കൊടുത്ത് കാണേണ്ട പടം ഇതിലുണ്ട്. പിന്നെ മൾട്ടിപ്ലസിലൊക്കെ പോകുമ്പോൾ 500 മുകളിലാവും. എന്തായാലും ലാലേട്ടൻ എമ്പുരാനിലെ തകർത്താടുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്നും ഖുറേഷി എബ്രഹാമിലേക്കുള്ള ദൂരം നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എങ്കിലും നല്ലൊരു അഭിനയ പ്രാധാന്യം ലാലേട്ടൻ കാണിച്ചിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും മാസ് ആണെങ്കിലും എൻഗേജിങ് ആണെങ്കിലും ഓരോ സെന്റിമെന്റ് സീക്വൻസ് ആണെങ്കിലും മാസ് സീക്വൻസ് ആണെങ്കിലും വിഷ്വൽ എലമെന്റ്സിലുള്ള ഓരോ സ്ലോ മോഷൻ വാക്കിംഗ് ആണെങ്കിലും ലാലേട്ടൻ ഗംഭീരമായിട്ട് അനശ്വരമാക്കിയിട്ടെന്ന് പറയാം. ആ എമ്പുരാനിലെ 2 വരി പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാടാൻ പറ്റുമോ? എമ്പുരാനേ 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 എമ്പുരാനേ. ഓക്കെ. ഓ, പ്രേക്ഷകര് ആ എമ്പുരാനേന്ന് നീ പാടി. എന്തായാലും രാജുവേട്ടന്റെ മോള് ഗംഭീരമായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. കണ്ടില്ലായിരുന്നു 2 ലൈൻ പുള്ളിക്കാരത്തിന് പാട്ടുണ്ട്. കാരണം ചെറിയ പ്രായത്തിലും സിനിമയിലേക്ക് കൊണ്ടുപോകുന്നില്ല. സിനിമയിലേക്കല്ല, പാട്ടിലേക്ക് കൊണ്ടുവന്നേക്കണം. സിനിമയിൽ ഒരു പാട്ട് പാടി ആ ഒരു മോളും പാടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് ഇവൻ പാടും. പാടാ. പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷ് പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ പഠിച്ചിട്ട് പാടാം.